ഇതാരാണ്? തോട്ടം നോക്കാൻ വന്ന ആളാണോ? അങ്ങനെ ദാണ്ട് കാത്തിരുന്ന് നമ്മുടെ പയറ് ചെടിയിൽ പയറുണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ നട്ട് നനച്ച് വളർത്തി അതിൽ ചെറുതാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഒരു 2-3 പയറ്, പിന്നെ ദാണ്ട് അവിടെ കുറച്ച് തക്കാളി. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ തണ്ണിമത്തൻ വിത്ത് പാകി നോക്കിയതാണ്. സംഭവം മുളച്ച് വന്നിട്ടുണ്ട്. ഇനി എന്താവുന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെ ദാണ്ട് ചെറിയൊരു കോവലിൻ്റെ വള്ളി കൊടുത്തിട്ടുണ്ട്. സംഭവം ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചക്കറിക്ക് കുത്തു കൊടുത്തതാണ് കേട്ടോ, താങ്ങ് കൊടുത്തതാണ്. പക്ഷെ സംഭവം ഈ താങ്ങെല്ലാം കൂടി മൾബറിൻ്റെ കമ്പായിരുന്നു. താങ്ങിലെല്ലാം കൂടി ഇലയൊക്കെ വന്ന് ഇതിലെവിടെ ഏതോ ഒന്നില് കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടായിരുന്നു, അത് പോയിന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഇതൊക്കെ മുളച്ച് വന്നിരിക്കുകയാണ്. പിന്നെ ഇതുണ്ട് ഇവിടെ മുളക്. ഇത് ഞാൻ താമരശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്ന മുളകാണ് കേട്ടോ. പിന്നെ ഇതാണ്ട് തക്കാളി നമ്മൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ വിത്താട്ടോ. പിന്നെ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചതാ. പിന്നെ ഇതാ ഇവിടെ ഇതൊക്കെ വെണ്ടയാണ്. വെണ്ട നട്ടു. ഇത് പപ്പായയാണ്, നാടൻ പപ്പായയാണ്. അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ചതിൻ്റെ വിത്തുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു ഇട്ടത്. ഇനി ഇതൊന്നും അല്ലാതെ, ഇവിടെ ഒന്നും അല്ലാതെ വേറെ സ്ഥലത്തും ഇതേപോലെ കുറച്ച് പച്ചക്കറികളും ചെടികളൊക്കെ നട്ടുണ്ട്. ഇത് നമ്മളെ വീടിൻ്റെ ബാക്ക് വശത്താണ് കേട്ടോ. ഇനി ഇതിൻ്റെ വീടിൻ്റെ മുൻവശത്തായിട്ട് ഇതേപോലെ കുറച്ച് സംഭവങ്ങൾ നട്ടിട്ടുണ്ട്. അതുകൂടെ കാണിച്ചു തരാം. ഒന്നുമില്ല, രാവിലെ നമ്മൾ ഇങ്ങനെ നമ്മളെ നട്ട പച്ചക്കറിൻ്റെ കടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ, ചെടികളുടെ കടയിൽ കൂടെ നടക്കുമ്പോൾ ഒരു സമാധാനം സന്തോഷം കിട്ടും. അത്രയാണ്. ഇത് കേട്ടോ, ഇതാണ് ഒരൊറ്റ മുതൽ. ഇതിപ്പോൾ ഈ പൂ ഇപ്പോഴല്ല കേട്ടോ, ഒരു 10 മണിയാണിത്. അപ്പോൾ ഒരു 10 മണി അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ നിറച്ചിപ്പോൾ അവിടെ തന്നെ ഒരുവിധം വിരിഞ്ഞു. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുഴുവൻ ഇതുണ്ടോ, ഇതൊന്നും വിരിഞ്ഞിട്ടില്ല. ഇതൊക്കെ 10 മണിയായി വിരിയാനിരിക്കണതാണ്. അപ്പം അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ ഇങ്ങനെ മുഴുവൻ അങ്ങോട്ട് പടർന്ന് ഫുള്ള് അങ്ങോട്ട് വിരിഞ്ഞു കിടക്കും. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ മൾബറി, അതിൽ മൾബറി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഉണ്ടോ, ചീരയൊക്കെ മുളച്ചു. പയറുണ്ട്, ചീരയൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചീരേൻ്റെയൊക്കെ തലയൊന്ന് മുറിച്ച് കൊടുക്കണം, എന്നാലും ഇനിയിപ്പോൾ അത് ശിഖരങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ ഇതൊക്കെ ഈ പൂച്ചകളുടെ പണിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കുത്തു കൊടുത്ത കമ്പാണ്. ഇതൊക്കെ തട്ടിക്കളഞ്ഞു. അവർക്ക് മെയിൻ പണി രാവിലെ ആവുക, ഞാൻ നടന്നാൽ എൻ്റെ കൂടെ അവർ ഇറങ്ങും. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കലാണ് പൂച്ചകളുടെയും മെയിൻ പണി എന്ന് പറയുന്നത്. അങ്ങനെ ഈ കവറിൽ കെട്ടി വെച്ച ഈ സംഭവം ഒരു മുരിങ്ങ കേട്ടോ. അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു വട്ടത്തിൽ നന്നായി പിടിച്ച ഇലയൊക്കെ വന്നായിരുന്നു. പിന്നെ എന്തേ പറ്റിയറിയില്ല, ഇല കരിഞ്ഞു പോയി. അപ്പോൾ അത് ഞാൻ വീണ്ടും കവറൊക്കെ കെട്ടിക്കൊടുത്തിരിക്കുക. ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. പിന്നെ ദാണ്ട് വാഴ നട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അച്ഛൻ നട്ടതാട്ടോ. ഈ വാഴ അമ്മേൻ്റെ ബാങ്കിൽ നിന്ന് ശ്രീഷ്മ കൊടുത്തതാട്ടോ. അപ്പോൾ ശ്രീഷ്മയ്ക്ക് അതിൻ്റെ പ്രത്യേക നന്ദി. വാഴ നന്നായിട്ടുണ്ടായിട്ടുണ്ട് എന്തായാലും. അപ്പം ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ കോവൽ, ഇത് താത്തേൻ്റെ വീടാണ്. ഈ കോവൽ ഇതുണ്ടോ അവിടെ, അത് താത്തേൻ്റെ വീട്ടിലുണ്ടായ കോവലാണ്. അവിടുന്ന് കോവൽ മുളച്ച് ഞങ്ങളെ അഴ വഴി ഇങ്ങോട്ട് കയറിയതായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, അതിൽ ഞങ്ങൾ കുറേ തവണ പറിച്ചു. നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് കേടായപ്പോൾ നമ്മളത് വെട്ടിക്കൊടുത്തു. അപ്പോൾ അത് വീണ്ടും ഉണ്ടായി. വെട്ടിക്കൊടുത്തപ്പോൾ അതിൽ നിന്ന് കമ്പുകൾ മാറ്റിയിട്ടാണ് നമ്മൾ ഇവിടെയും അതുകൊണ്ട് അവിടെ ഈ ഒരു ഫ്രണ്ട് വശത്ത് കാണുന്നുണ്ടല്ലേ, ഇതൊക്കെ അങ്ങനെ അവിടുന്ന് വെട്ടിയ കമ്പ് ഉപയോഗിച്ചിട്ട് പിന്നെ നട്ടുകൊടുത്ത കോവലാണ് ഇതൊക്കെ. പിന്നെ ഇവിടെയൊക്കെ അതൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഒരുപാട് തവണ പറിച്ചു. ഇതിപ്പോൾ പുതിയത് വെട്ടിയതിന് ശേഷം വന്നതുണ്ടോ കോവലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പൂവൊക്കെ ഇട്ടു, പൂവിടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രാവിലെ വൈകുന്നേരം എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഫുള്ള് ഡെയിലി നടന്ന് നോക്കിയിട്ട് മൾബറിയാണ് കേട്ടോ. അതുപോലെ ഇപ്പം ഉണ്ടായിരുന്നത് ഇഷ്ണേട്ടൻ പറിച്ച് കഴിച്ചു എന്ന് തോന്നുപ്പം. ഇതുണ്ട്, ഇത് കായകളുണ്ടായി വരുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വെട്ടിക്കൊടുത്താലേ സംഭവം നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇതാണ്ട് അവിടെ നമ്മളൊരു ചെറിയൊരു മാവുണ്ട്. ആ മാവിൽ നാരങ്ങേൻ്റെ മുള്ളുമുണ്ട്. ഈ മാവിൽ
ഇതുണ്ടോ മാങ്ങ ഉണ്ടായത്. ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ഇതിൽ മാങ്ങ ഉണ്ടാവുന്നത്. സംഭവം വലിയൊരു നമ്മളെ നാടൻ മാങ്ങേൻ്റെ അത്ര ഒരു ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ അങ്ങനെ ഇരുന്ന് കഴിക്കാമെന്ന് മാത്രം. അച്ചാറിട്ടാൽ നല്ലതാണെന്ന് തോന്നുന്നു, പക്ഷെ ഇതൊരു അച്ചാറിട്ട് നോക്കിയിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വേണ്ട കുറച്ച് കറിവേപ്പില, പിന്നെ ഇതാ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതേപോലെ കോവലിൻ്റെ ഒരു വള്ളി ഇവിടെ നട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കറ്റാർ വാഴ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ മീൻകുളം. കുറേ മീനുണ്ടായിരുന്നു, ഇതൊന്നല്ല ഒരുപാട് മീനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്തോ നമ്മൾ നേരാവണ്ണം നോക്കാത്തതുകൊണ്ട് പോയി. അപ്പോൾ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് കുറച്ച് കല്ലുകളൊക്കെ പെറുക്കിയിട്ട് ഉണ്ട്. ഇതിലെന്താ വെച്ചാൽ ഇതൊക്കെ നോക്കണം, ഇതിലൊക്കെ വന്ന് കൈയും കാലും ഇട്ട് കളിക്കും ഇവിടുത്തെ പൂച്ചക്കുഞ്ഞുങ്ങൾ. അങ്ങനെയാണ് ഇതൊക്കെ. ഇനി വെള്ളം കുടിക്കണത് ഇതിനകത്ത് അവർക്ക് വേറെ വെള്ളം വെച്ച് കൊടുത്താലും ഇവരെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടാണ് വെള്ളം കുടിക്കുക. അവർക്ക് ശരിക്കും വേറെ പാത്രങ്ങളിൽ വെള്ളം വെച്ചിട്ടുണ്ട് കിളികൾക്കും. അന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ കിളികളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ അതിൽ ആ മീൻകുളത്ത് പോയിട്ട് തന്നെ വെള്ളം കുടിക്കുള്ളൂ. അതാണ് പ്രശ്നം. ഉണ്ട് ഇവിടെ മര്യാദയ്ക്ക് ഇവർക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതവർ കുടിക്കില്ല. അവർക്ക് എല്ലാവർക്കും ആ മീൻകുളത്ത് നിന്ന് വെള്ളം കുടിച്ചാലേ അവർക്ക് സമാധാനമാവുള്ളൂ. അപ്പം അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. എന്താണ്ട് കണ്ടോ അവിടെ കിടന്ന് നല്ല കുരുത്തക്കേട് കാണിക്കുകയാണേ. ഇവള് കഴിഞ്ഞ വീഡിയോയിൽ ഇവളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇതാണ് ഇവരെ പണി. ഈ മണ്ണിലൊക്കെ കിടന്ന് ഉരുണ്ടിട്ട് ഇവരെന്ത് ചെയ്യും, അകത്തേക്ക് വരും. ഫുള്ള് മണ്ണും പൊടിയൊക്കെ ആയിട്ട്. കണ്ടോ അതിൽ ഈ ചെറുതാണ് ഏറ്റവും കൃതി അല്ലേ? ഇവിടേക്ക് എന്താ മാവിൻ്റെ ചുവട്ടിലിരിക്കുന്നത്? ഈ കൃതി കാട്ടിയിരിക്കുമായിരിക്കില്ല നീ? നിനക്ക് ദോശ വേണ്ടേ? ദോശ ഇങ്ങോട്ട് നോക്കൂ. ഹായ് പറ. എൻ്റെ മുഖം ഇങ്ങനെ ഇവിടേക്ക് എന്താ നല്ല കുട്ടിയോട്ടോ, സുന്ദരിയല്ലേ? ബായ് ബായ് പറ.